ശരിയാണ്. അതിനുശേഷം കണ്ടൊരു സൂപ്പറായിട്ടുള്ള ചെയ്തൊരു പടമാണ്. അടിപൊളി ചെയ്തിട്ടുണ്ട്. എല്ലാവരും അഭിനയിച്ച എല്ലാവരും സൂപ്പറായിട്ടുണ്ട്. അടിപൊളി ഡയറക്ഷൻ, സൂപ്പർ പടം, മസ്റ്റ് വാച്ച് തിയേറ്റർ. വില്ലന്മാർ അടിപൊളിയായിരുന്നു. കാരണം വില്ലന്മാരത്തിന് മുന്നേ ഈ ഒരു റേഞ്ചിൽ നമ്മൾ കണ്ടിട്ടില്ലല്ലോ. എല്ലാം ചെയ്ത് സൂപ്പറായിരുന്നു, അടിപൊളി പടം. ശരിക്കും പറഞ്ഞാൽ പടം ഞെട്ടിച്ചു. നമ്മൾ ട്രെയിലർ നമ്മൾ മുമ്പ് ഇറങ്ങുമ്പോഴൊക്കെ നമ്മൾ ഈ കുഞ്ചാക്കോ ബോബൻ്റെ പെർഫോമൻസ് എങ്ങനെയായിരിക്കുന്നു, പക്ഷേ ശക്തമായ ഒരു തിരക്കഥ, അതാണ് ഈ സിനിമയുടെ പ്രത്യേകത. ഇതാണ് നമ്മൾ ഈ പടത്തിൽ കാണുന്നത്. എല്ലാം കൊണ്ടെന്ന് പറഞ്ഞാൽ വേറെ ലെവൽ ഫൈറ്റ് ആണെങ്കിലും പുള്ളിയുടെ ആക്ഷൻ ആണെങ്കിലും ടോട്ടലി വേറെ ലെവൽ ചാക്കോച്ചൻ. കാരണം ഇതുവരെ നമ്മൾ കണ്ടില്ല അങ്ങനെ ഒരു. അല്ല ഗൈസ്, യൂടെക് എൻ്റർടൈൻമെൻ്റ് പുതിയ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ചാക്കോച്ചൻ്റെ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് റിലീസ് ചെയ്തിരിക്കുകയാണ്. ഷാഹിർ കബീറിൻ്റെ രചനയിൽ ജിത്തു അഷറഫ് സംവിധാനം ചെയ്യുന്ന ഈ സിനിമയിൽ ചാക്കോച്ചിന് പുറമെ പ്രിയാമണി അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് പുറമെ ആനന്ദത്തിലെ വൈശാഖ് നായരും പ്രധാന വേഷം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓഫീസർ ഓൺ ഡ്യൂട്ടിയുടെ റിവ്യൂലേക്ക് പോകാം. നിങ്ങൾ ഈ പടം കണ്ടാണ് ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യാനാണ്. അപ്പോൾ ഓഫീസർ ഓൺ ഡ്യൂട്ടിയുടെ റിവ്യൂലേക്ക് പോകാം. ബാ, പടം പൊളി, ഒരു രക്ഷയില്ല. ഞാൻ മസ്റ്റ് ബോൾ വാച്ചാണ്. തിയേറ്ററിൽ തന്നെ നിങ്ങൾ കണ്ടു, കിട്ടില്ല. നിങ്ങൾക്ക് ഒരിക്കലും വേസ്റ്റ് ആവത്തില്ല, കിട്ടില്ല. ചാക്കോച്ചനൊക്കെ ഒരു രക്ഷയില്ല. ഫസ്റ്റ് ഹാഫൊക്കെ നിറഞ്ഞാടുകയാണ്. അതിനേക്കാളും കുറേ വില്ലന്മാർ വേറെ ലെവലായിട്ട് ഒരു രക്ഷയില്ല. ഏറ്റവും കുളപ്പ് സാധനം 5ൽ 5ൽ കിട്ടില്ല രക്ഷയില്ല. ഒരു പടം ലെവൽ ഈ വർഷത്തെ ഹിറ്റ് എന്ന സൂപ്പർ ഹിറ്റ് സാധനം പഠിച്ചു. ഇഷ്ടമായി അടിപൊളി ചാക്കോച്ചൻ. പിന്നെ അതിലെ ബാക്കി എല്ലാവരും വളരെ നന്നായിട്ട് അഭിനയിച്ചു. എൻറ്റയർ കാസ്റ്റ് നല്ല ഭയങ്കര അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. പടം വേറെ ലെവൽ എന്ന് വെച്ചാൽ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ്. നമ്മുടെ ജെയ്ക്സിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, സിനിമയ്ക്ക് ചേരുന്ന മ്യൂസിക്കാണ് പുള്ളി ഇട്ടിരിക്കുന്ന. കിടുപ്പന കേട്ടോ. എന്ന് വെച്ചാൽ ആദ്യം മുതൽ അവസാനം വരെ കിടുപ്പനായിട്ടുണ്ട്. ഇൻ്റർവെൽ വരെ പടം വേറെ ലെവലാണ്. ഇൻ്റർവെൽ ഒരു ശക്കലൊരു ലാഗ് തോന്നി, എന്നാൽ അവസാനം അത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് കേട്ടോ. അടിപൊളി പടം, ഉഗ്രം പടം, ഒന്നും പറയാനില്ല. ചാക്കോച്ചൻ്റെ ചാക്കോച്ചൻ്റെ പീക്ക് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഞാൻ ബൊഗൻവില്ല കണ്ടപ്പോൾ പുള്ളിക്കൊരു ചോക്ലേറ്റ് ഒരു വീണ്ടും നമുക്ക് തോന്നിയായിരുന്നു. പക്ഷേ അത് അസൽ റഫ്, പുള്ളി അസലൊരു പോലീസുകാരൻ്റെ ലുക്ക് കിടലായിട്ടുണ്ട് കേട്ടോ. അടിപൊളി പടം. ശരിക്കും പറഞ്ഞാൽ പടം ഞെട്ടിച്ചു. നമ്മൾ ട്രെയിലർ നമ്മൾ മുമ്പ് ഇറങ്ങുമ്പോഴൊക്കെ നമ്മൾ ഈ കുഞ്ചാക്കോ ബോബൻ്റെ പെർഫോമൻസ് എങ്ങനെയായിരിക്കുന്നു, പക്ഷേ ശക്തമായ ഒരു തിരക്കഥ, അതാണ് ഈ സിനിമയുടെ പ്രത്യേകത. അതുപോലെ തന്നെ കുഞ്ചാക്കോൻ്റെ ഒപ്പം തന്നെ കുഞ്ചാക്കോൻ്റെ അഭിനയം ഭയങ്കരമായിട്ട് മാറി. ഈ സിനിമയിൽ തന്നെ ഒരു സീനിൽ പറയുന്നുണ്ട്, പണ്ടത്തെ ചോക്ലേറ്റ് ഹീറോ ആയിരുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു റെഫറൻസിൽ തുടങ്ങിയിട്ട് കംപ്ലീറ്റ് ആയിട്ട് ആ കഥാപാത്രത്തിൻ്റെ മാനറിസം ഒക്കെ അതിഗംഭീരമായ പെർഫോമൻസാണ്. പിന്നെ അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് വിശാഖ് നായർ. അയ്യോ മച്ചാൻ എന്ത് പൊളി, സ്ക്രീൻ പ്രസൻസ് ഒരു രക്ഷയില്ല. ശബ്ദം, ഹീറോയ്ക്കൊപ്പം നിൽക്കുന്ന വില്ലൻ വേഷം, അതിഗംഭീരമായ പെർഫോമൻസ്. പിന്നെ ഈ സിനിമയിൽ തന്നെ പറയുന്നുണ്ട്, ഇതിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പരിപാടികളൊന്നും, എല്ലാവരും ഗ്രേ ആണ്. അതുപോലെ തന്നെ ട്വിസ്റ്റുകളൊക്കെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ. പിന്നെ ജേക്സ് ബിജോയുടെ BGM അറിയാലോ, നമുക്ക് ആ തിയേറ്റർ എക്സ്പീരിയൻസ് വളരെ എന്താണ്, അല്ലെങ്കിൽ തന്നെ അഡ്രിനാലിൻ റഷിലുള്ളവരെ പ്രഷർ കൂട്ടിയിടുന്ന രീതിയിലുള്ള ഗംഭീരമായ BGM ആണ്. മൊത്തത്തിൽ ശക്തമായ ഒരു പോലീസ് സ്റ്റോറി, അതുപോലെ തന്നെ ശക്തമായ ഒരു ഫാമിലി സ്റ്റോറി, രണ്ടിൻ്റെ മിക്സാണ്. രണ്ടും ഇഷ്ടപ്പെടുന്നവർക്ക് കാണാൻ പറ്റിയ മൂവിയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി. ഇതാണ് നമ്മൾ ഈ പടത്തിൽ കാണുന്നത്. എല്ലാം കൊണ്ടെന്ന് പറഞ്ഞാൽ വേറെ ലെവൽ ഫൈറ്റ് ആണെങ്കിലും പുള്ളിയുടെ ആക്ഷൻ ആണെങ്കിലും ടോട്ടലി വേറെ ലെവൽ ചാക്കോച്ചൻ. കാരണം ഇതുവരെ നമ്മൾ കണ്ടില്ല അങ്ങനെ ഒരു. ടോട്ടലി മാറി. ഇത്രയും ആ ചോക്ലേറ്റ് മൂടൊക്കെ മാറി വേറെ ലെവലായി എന്ന് പറഞ്ഞാൽ മാസാണ് ഈ ഫൈറ്റൊക്കെ. എല്ലാം കൊണ്ടും വേറെ ലെവലൊരു ചാക്കോച്ചനെ കാണണമെങ്കിൽ ഈ പടം കണ്ടാൽ മതി. ഇതുവരെ എവിടെയായിരുന്നു ഞാൻ ചോദിക്കുന്നത്, ഈ അഭിനയമൊക്കെ എവിടെ കൊണ്ട് വെച്ച് ഈ പുള്ളി. ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ നമ്മൾ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ ഈ പടത്തിനെ കുറിച്ച് നമുക്ക് നല്ലൊരു അഭിപ്രായം, ഇതൊരു നല്ല രീതിയിൽ പോകാൻ സാധ്യതയുള്ള ട്രെയിലർ തന്നെ നല്ല പ്രതീക്ഷയുള്ള ട്രെയിലറായിരുന്നു. നല്ല പ്രതീക്ഷയിലായിരുന്നു. പക്ഷെ പടം തുടങ്ങി കഴിഞ്ഞപ്പോൾ, അതായത് ചാക്കോച്ചനെ ഇതുവരെ കാണാത്തൊരു ഓഫീസർ ഡ്യൂട്ടി ഇതുവരെ കാണാത്തൊരു ഓഫീസറെയാണ് നമ്മൾ ഇതിനകത്ത് ചാക്കോച്ചനെ കാണാൻ പറ്റുന്നത്. പിന്നെ ഇതിൻ്റെ എടുത്തു പറഞ്ഞ സ്റ്റോറി, ഡയറക്ഷൻ, BGM ഇതെല്ലാം വളരെ സൂപ്പറായിരുന്നു. പിന്നെ ഇത് പറയുന്നത് വെച്ചാൽ ഈ ഡ്രഗ്സ് എന്ന് പറയുന്ന മയക്കുമരുന്ന്, ഈ മയക്കുമരുന്ന് സമൂഹത്തിൽ വരുത്തി വയ്ക്കുന്ന വിപത്ത് എന്താണ്. ഒരു കാരണവശാലും മയക്കുമരുന്നിന് നമ്മൾ അടിമയാകാതിരിക്കുക. അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മനുഷ്യനതായി മാറും. മനുഷ്യനാകുന്നില്ല, പിന്നെ നമ്മുടെ മനുഷ്യൻ്റെ ഗുണങ്ങളെല്ലാം നഷ്ടപ്പെട്ട് നമ്മൾ മൃഗതുല്യരായി മാറും. അപ്പോൾ സമൂഹത്തിൽ മയക്കുമരുന്ന് വരുത്തുന്ന ദുരന്തം എന്താണെന്ന് ഈ ചിത്രത്തിലൂടെ പറയാനായിട്ട് സാധിച്ചിട്ടുണ്ട്.